ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ പേർളി മാണി വലിയ തിരിച്ചടിയാണ് ഫോളോവേഴ്സിൽ നിന്ന് നേരിട്ടത്. വിവാദത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ പേർളി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ വാക്കുകൾ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചു, അത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിശദീകരണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പേർളി പുതിയ വീഡിയോ പങ്കുവച്ചു. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോ എന്നല്ല താൻ പറഞ്ഞത്, അത് പറയാൻ താൻ ആരുമല്ലെന്നും പേർളി മാണി പറയുന്നു. വിവാദമായ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വായിച്ച പേർളി അതിലെ ഓരോ വാചകവും വിശദീകരിച്ചു. പോസ്റ്റിട്ട് കുറച്ചുനേരം എല്ലാം ഓക്കെ ആയിരുന്നു. ഭൂരിഭാഗം പേരും പോസ്റ്റിന്റെ നല്ല വശമാണ് കണ്ടത്. എന്നാൽ പിന്നീട് താൻ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ പോസ്റ്റിന് താഴെ വരാൻ തുടങ്ങി. എല്ലാവരും സേഫായിരിക്കണമെന്ന അർത്ഥത്തിലാണ് താൻ എഴുതിയതെന്നും പേർളി വിശദീകരിക്കുന്നു. എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. സ്വാതന്ത്ര്യസമര പോരാളികളുടെ ശവകുടീരത്തിൽ താൻ തുപ്പുന്നത് പോലെയാണ് എന്നൊക്കെ പലരും കമന്റ് ചെയ്തു. അതൊക്കെ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു, വല്ലാതെ ദേഷ്യവും വന്നു. അങ്ങനെയാണ് രണ്ടാമത് സ്റ്റോറി ഇട്ടത്. അതിലെ ഒരു കാര്യം വലിയ തെറ്റായിരുന്നു, അതിനാലാണ് 20 മിനിറ്റിൽ അത് ഡിലീറ്റ് ചെയ്തത്. ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചത് വലിയ തെറ്റാണ്, മാപ്പ് ചോദിക്കുകയാണ് ഈ അവസരത്തിലെന്നും പേർളി പറയുന്നു. ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിച്ചുകൊണ്ടും വ്യാഖ്യാനമുണ്ടായി. സിബി മലയിൽ സാറുമായി ഈ പോസ്റ്റിനെ എങ്ങനെ ബന്ധിപ്പിച്ചു എന്ന് അറിയില്ലെന്നും പേർളി പറഞ്ഞു. നിങ്ങളുടെ മുന്നിലാണ് ഞാൻ വളർന്നതെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും പേർളി പറയുന്നു. എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുള്ള ആളാണ് താൻ. എല്ലാ പാർട്ടിയും തനിക്കിഷ്ടമാണ്. അതിൽ വ്യക്തത വേണമെന്ന് തോന്നി. താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഉത്തരവാദിത്വം വേണം. നെഗറ്റീവുകളുണ്ട്, ക്ഷമിക്കണം, താൻ തിരുത്താം എന്നും പേർളി മാണി പറയുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തള്ളിപ്പറഞ്ഞില്ലെങ്കിലും അക്രമ സംഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണമെന്ന പേർളിയുടെ ആഹ്വാനമാണ് വിമർശനത്തിനിടയാക്കിയത്. താൻ പേർളി മാണി തന്റെ ഇഷ്ടനിറം കാവി എന്ന് പേർളി കുറിച്ചതും വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ആദ്യ പോസ്റ്റിന് പിന്നാലെ എയറിലായ പേർളി പിന്നെ കണ്ടത് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ വൻ കൊഴിഞ്ഞുപോക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 5.8 മില്യണിൽ നിന്ന് 5.3 ആയിട്ടുണ്ട് ഫോളോവേഴ്സിന്റെ എണ്ണം. പേർളിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലും വന്നിടിവാണ് സംഭവിച്ചത്. കാവ്യന്റെ ഇഷ്ടനിറമാണെന്ന് പേർളിയെ ട്രോളി ചന്തു സലീമും രംഗത്തെത്തിയിരുന്നു. രൂക്ഷമായ സൈബർ ആക്രമണമാണ് പേർളി നേരിടുന്നത്. അക്രമം കാരണം സമരത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടരുതെന്നും സമാധാനപരമായ സമരമാണ് ആവശ്യമെന്നും പേർളി അഭിപ്രായപ്പെട്ടിരുന്നു. പേർളിയുടേത് നിഷ്പക്ഷത നടിക്കുന്ന നിലപാടെന്ന വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നത്. സമരത്തെ അനുകൂലിക്കുന്നുവെന്ന് തോന്നിച്ച് എതിർ നിലപാട് അറിയിക്കുകയായിരുന്നു പേർളിയെന്നും വിമർശനമുയർന്നു. ഇതോടെ പേർളിയുടെ കമന്റ് ബോക്സിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. സഹികെട്ട് കമന്റ് ബോക്സ് പേർളി പൂട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.